അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട $1 മില്യൺ ചോദ്യം അതൊക്കെ തന്നെയാണ്. ടീം വി ഡി സതീശൻ അല്ലെങ്കിൽ ടീം UDF സർക്കാരിലെ ഫുൾ ക്യാബിനറ്റ് ആരൊക്കെയാണെന്നുള്ളതാണ്. കേരള കോൺഗ്രസ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവുന്നു. 2 മന്ത്രിസ്ഥാനം നൽകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകും. ആദ്യ ടേം അനൂപ് ജേക്കബിന് നൽകാനാണ് ധാരണ. 24 ബ്രേക്കിംഗ്. ഷഫീദ് റാവത്തർ വീണ്ടും ഷഫീദ്, അല്പസമയം മുമ്പ് വിപിൻ സി വിജയനോട് മോൻസ് ജോസഫ് സംസാരിച്ചതേ ഉള്ളൂ. 2 മന്ത്രിമാർ എന്നതിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല, ചീഫ് വിപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഒരു മന്ത്രി ഒരു ചീഫ് വിപ്പ് അതിൽ തന്നെ നിൽക്കുകയാണോ? ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാണി സി കാപ്പൻ ഇന്നലെ രാത്രി ഇന്ദിരാഭവനിലേക്ക് എത്തി മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ പ്രകടമായിരുന്നു ഏതെങ്കിലും തരത്തിൽ ടേം വ്യവസ്ഥ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിരുന്നു. എന്നാൽ UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 2 മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ 2 മന്ത്രിസ്ഥാനം അത് കേരള കോൺഗ്രസിന് കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യം അത് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. 2 മന്ത്രിയില്ല, പകരം ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ടേം വ്യവസ്ഥയിൽ ഏതൊക്കെ ഘട്ടത്തിൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആദ്യ ടേം അനൂപ് ജേക്കബ് ആകും, 2ാം ടേം മാണി സി കാപ്പൻ എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട്. UDF അക്കാര്യത്തിലെ തീരുമാനം ഇതിനോടകം തന്നെ 2 പേരെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഹഷ്മി, അപ്പോൾ അതിനോട് കേരള കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് 2 സീറ്റ് സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞത് ചെയ്തു എന്ന് കരുതി എല്ലാ സമയത്തും ത്യാഗം ചെയ്യുന്നവരാ, അങ്ങനെ ത്യാഗികളല്ല കേരള കോൺഗ്രസ്സുകാർ. അപ്പോൾ അതിനോട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അനുകൂലമായി വലിയ പ്രശ്നമില്ലാതെ പ്രതികരിക്കും എന്ന് കരുതുന്നുണ്ട് UDF നേതൃത്വം. രണ്ടാമത്തെ കാര്യം, ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അത് മോൻസാണ് മുതിർന്ന നേതാവ്. അതേസമയം തന്നെ PJ ജോസഫ് സാറിന്റെ, കേരള കോൺഗ്രസ്സുകാരുടെ ജോസഫ് സാറിന്റെ മകൻ MLA വന്നിട്ടുണ്ട്. അത് ആർക്ക് എന്ന ചോദ്യമുണ്ട്. ഷഫീദ്, PK ബഷീറിന് വേണ്ടി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൽ ലീഗിന്റെ കാര്യം, അങ്ങനെ പരിഹരിക്കാനുള്ള കുറേയധികം ഏരിയകൾ UDF ലീഗിലും കോൺഗ്രസിലും ഒക്കെ കിടക്കുകയാണ്. അശ്മി, ഇക്കാര്യത്തിൽ അതായത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പരമാവധി ചർച്ച അത് ഘടകകക്ഷികളുമായി നടത്തി. മാത്രവുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും അതല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചും അവർക്ക് കാര്യമായിട്ടുള്ള സീറ്റെണ്ണം ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികൾ അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തി സമ്മർദ്ദത്തിലാക്കരുത്. പ്രത്യേകിച്ച് നാളെ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ട് വേണം പട്ടിക ഗവർണർക്ക് കൈമാറണം എന്നുള്ളതാണ്. മാത്രമല്ല കേരള കോൺഗ്രസിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അക്കാര്യത്തിലെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയാൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പറയുന്ന കാര്യം. പക്ഷേ ഒരു സമവായത്തിന്റെ ഭാഗമായി, അനുനയത്തിന്റെ ഭാഗമായി പരമാവധി അവരോട് സംസാരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അല്പസമയം മുൻപും കേരള കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 സീറ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ UDF അക്കാര്യത്തിൽ അംഗീകാരത്തിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അതിലേക്ക് കടക്കുന്നില്ല. ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ട എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്കറിയാം ടേം വ്യവസ്ഥയിൽ ഈ അനൂപ് ജേക്കബും അതേപോലെ തന്നെ 2ാം ടൈമിൽ മാണി സി കാപ്പനും വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഹഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.